സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ വൻ പ്രതിഷേധം. ബിജെപി ഓഫീസും സിആർപിഎഫ് വാഹനത്തിനും പ്രതിഷേധക്കാർ തീയിട്ടു. സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ 15 ദിവസമായി പ്രതിഷേധം നടന്നുവരികയാണ്. കേന്ദ്ര സർക്കാരും ഭരണകൂടവും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. വിനീത വിജിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ. വിനീത, ഈ പ്രതിഷേധത്തിന് തൊട്ടുപിന്നാലെ ഇപ്പോൾ നിരോധനാജ്ഞ കൂടി വരികയാണല്ലോ ലേയിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ്, ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവുകയും അത് ആക്രമണങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലേയിൽ ആൾക്കൂട്ടം കൂടി നിൽക്കുന്നത്, അത് 5 പേരിൽ കൂടുതലുള്ള ആൾക്കൂട്ടങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, പരാമർശങ്ങളൊക്കെ നടത്തരുതെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നതിനും മാർച്ചുകൾ, റാലികൾ എന്നിവ അനുവാദമില്ലാതെ അത്തരം മാർച്ചുകളോ പരിപാടികളോ സംഘടിപ്പിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ച മുതലാണ് ഈ പ്രതിഷേധം. ആദ്യഘട്ടത്തിലൊക്കെ സമാധാനപരമായിട്ട് നീങ്ങിയ ഒരു പ്രതിഷേധമായിരുന്നു. പക്ഷേ അത് പിന്നീട് വലിയ ഒരു അക്രമത്തിലേക്കൊക്കെ ആ കാര്യങ്ങൾ നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 15 ദിവസമായി അവിടെ നിരാഹാര സമരവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ നിരാഹാര സമരം നടത്തിയ അതിൽ 2 പേർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും പിന്നീട് അവരെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്കൊക്കെ തന്നെ മാറ്റുകയും ചെയ്തു. പിന്നാലെ തന്നെ അവിടെ ഇന്ന് ബന്ദിനും ഒപ്പം തന്നെ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നതിനും ഒക്കെയുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിനിടയിലാണ് പിന്നീട് അത് കൂടുതൽ ഒരു അതിര് കടന്നു പോകുന്ന തരത്തിലേക്ക് ആ പ്രതിഷേധം നീങ്ങുന്നത്. BJP ഓഫീസിലെ പ്രവർത്തകർ തീയിട്ടു. ഒപ്പം തന്നെ CRPFന്റെ ഒരു വാഹനത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. പല കെട്ടിടങ്ങളും ഒപ്പം തന്നെ നിരവധി വാഹനങ്ങൾക്കും ഒക്കെ നേരെ പ്രവർത്തകർ കല്ലെറിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം പുറത്തു വന്നിട്ടുമുണ്ട്. ആ പ്രതിഷേധം കൂടുതൽ ശക്തമായ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് കൂടുതൽ സുരക്ഷാ സേനയെ അടക്കം അവിടേക്ക് എത്തിക്കുകയും ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറണമെന്നൊക്കെയുള്ള ആവശ്യങ്ങളൊക്കെ അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ഒരു കൂടുതൽ ഒരു സമാധാനത്തിലേക്ക് പോകാനൊന്നും തന്നെ അവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഒരു സംസ്ഥാനമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക അധികാരം നൽകണമെന്നുള്ള ആവശ്യമൊക്കെ തന്നെ അവർ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്മേലുള്ള ചർച്ചകൾ നടക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് തുടർ നടപടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിൽ ഈ ലേ അപെക്സ് ബോഡി ഒപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് സംഘങ്ങളുമായൊക്കെ നേരത്തെ കേന്ദ്ര സർക്കാർ ചർച്ചകൾ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചർച്ചകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സംസ്ഥാന പദവി വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്ടോബർ 6-ന് ഈ ചർച്ചകൾ നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. സംസ്ഥാന പദവി വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ അംഗങ്ങൾ വീണ്ടും ഉന്നയിക്കും. ശരി, വിനീത വിജിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.